നമസ്കാരം. 17/4/2026 തീയതിയിൽ കേരള ബാർ കൗൺസിലിലേക്കുള്ള ഇലക്ഷൻ നടക്കുകയാണല്ലോ. കേരളത്തിലെയും ലക്ഷദ്വീപിലെയും അഭിഭാഷകർക്കാണ് കേരള ബാർ കൗൺസിലിലേക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കേരള ബാർ കൗൺസിലിലേക്ക് വോട്ട് ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഇത്തവണ കേരള ബാർ കൗൺസിലിലേക്ക് മത്സരിക്കുന്നത് 61 സ്ഥാനാർത്ഥികളാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴുമാണ് ബാർ കൗൺസിലിലേക്ക് ഇലക്ഷൻ നടക്കുന്നത്. 61 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഈ ഇലക്ഷനിൽ നമ്മൾക്ക് ആകെ വരുന്ന അംഗങ്ങൾ, ബാർ കൗൺസിലിൻ്റെ അംഗങ്ങൾ 26 ആണ്. 23 പേർക്ക് നമ്മൾ വോട്ട് ചെയ്യുകയും 2 പേരെ പിന്നീട് തിരഞ്ഞെടുക്കുകയും ഒരാൾ AGയും ആയിരിക്കും. അപ്പോൾ ഈ ബാർ കൗൺസിൽ ഇലക്ഷനിൽ നമ്മൾ 23 പേർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. ബാലറ്റ് പേപ്പറിൽ അവരുടെ ക്രമ നമ്പർ, പേര്, ഫോട്ടോ, പ്രിഫറൻസ് രേഖപ്പെടുത്താനുള്ള മാർക്ക് എന്ന ഒരു കോളവും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് ചെയ്യേണ്ട ആൾക്ക് 1 എന്നും സെക്കൻഡ് പ്രിഫറൻസിന് 2 എന്നും അങ്ങനെ യഥാക്രമം രേഖപ്പെടുത്തി പോകാവുന്നതാണ്. അപ്രകാരം 23 പേർക്ക് നമുക്ക് വോട്ട് ചെയ്യാം. അല്ലെങ്കിൽ യഥാക്രമം 61 ആക്കും പ്രിഫറൻസ് അനുസരിച്ച് 1, 2, 3 എന്ന ക്രമത്തിൽ വോട്ട് ചെയ്യാവുന്നതാണ്. അപ്രകാരം വോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബാലറ്റ് പേപ്പറിൽ 1 എന്ന് ഫസ്റ്റ് പ്രിഫറൻസ് ഒരാൾക്ക് രേഖപ്പെടുത്തി വീണ്ടും അടുത്തയാൾക്ക് 1 എന്ന് രേഖപ്പെടുത്തിയാൽ നിങ്ങളുടെ വോട്ട് അസാധുവാകുന്നതാണ്. ആയതിനാൽ ഫസ്റ്റ് പ്രിഫറൻസ് രേഖപ്പെടുത്തുന്ന ആൾക്ക് 1 എന്നും സെക്കൻഡ് പ്രിഫറൻസ് 2 എന്നും അപ്രകാരം മാത്രം രേഖപ്പെടുത്തി പോകേണ്ടതാണ്. അല്ലാതെ ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ എഴുതുന്ന ന്യൂമറിക്കൽ നമ്പറുകൾ ഇരട്ടിപ്പായിട്ട് വന്നാൽ നിങ്ങളുടെ വോട്ട് അസാധുവാകുന്നതായിരിക്കും. ആയത് പ്രത്യേകം ശ്രദ്ധിച്ച് അഭിഭാഷകർ 17/4/2026 നടക്കുന്ന ബാർ കൗൺസിൽ ഇലക്ഷനിൽ കൃത്യമായിട്ട് വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.